സകല മനുഷ്യരുടെയും പാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. വേറെ വിഷയമൊന്നുമല്ല, നമ്മുടെ സുല്ലമി തന്നെയാണ് താരം. ഇപ്പൊ സുല്ലമിയെ കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സുല്ലമി യഥാർത്ഥ ഒരു മുസ്ലിം ആണോ ഇല്ലയോ നമുക്ക് അറിയണ്ടേ. യേശുക്രിസ്തുവിൽ ഒരു മാതൃകയില്ല. യേശുക്രിസ്തുവിന്റെ മാതൃക ഈ ലോകത്തിൽ പറ്റുന്നതല്ല. അത് ശരിയാണ് സുല്ലമി. കാരണം മുഹമ്മദിന്റെ മാതൃക പിൻപറ്റി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരും. യേശുക്രിസ്തുവിന്റെ മാതൃക ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ആ യേശുക്രിസ്തുവിന്റെ മാതൃക പിൻപറ്റിയവരാരും ജയിലിൽ പോകേണ്ടി വന്നിട്ടില്ല. ആ മാതൃക പിൻപറ്റേണ്ട രീതിയിൽ പിൻപറ്റിയവരാരും നിരാശപ്പെട്ടും പോയിട്ടില്ല. ആ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്തവരാരും നട്ടെല്ല് തളർത്തി തല താഴ്ത്തി നടക്കേണ്ടിയും വന്നിട്ടില്ല. തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, ഞാനൊരു ക്രിസ്തീയ സന്ദേശവാഹകനാണ്, അല്ലെങ്കിൽ ഞാനൊരു സുവിശേഷകനാണ്, അല്ലെങ്കിൽ ഞാനൊരു പ്രബോധനം ക്രിസ്തുവിനെ പറ്റി പറയാൻ വന്നവരാണ് എന്ന് എവിടെയും കയറിച്ചെന്ന് പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ അകത്തേക്ക് ഞങ്ങൾ വർഗീയത ഇട്ട് കൊടുക്കുന്നില്ല. ക്രിസ്തുവിന്റെ സമാധാനവും സ്നേഹവുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ക്രിസ്തുവിനെ പിൻപറ്റിയ ശിഷ്യന്മാരും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സുല്ലമിയോട് ഒരു കാര്യം ചോദിച്ചിട്ട്, സുല്ലമിയുടെ മുഹമ്മദിനെ പിൻപറ്റിയവരെല്ലാവരും സ്നേഹത്തിന്റെ ഭാഷയിലായിരുന്നോ പിന്നീട് സംസാരിച്ചത്? ആണോ ഇല്ലയോ എന്നൊന്ന് പറഞ്ഞു തരണേ. നമുക്ക് സുല്ലമിയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം, അതിനുശേഷം നമുക്ക് മടങ്ങി വരാം. ക്രൈസ്തവരെ സംബന്ധിച്ച് മഹാനായ യേശു ക്രിസ്തു അവരുടെ പുണ്യപുരുഷനാണ്. അവർ അദ്ദേഹത്തെയാണ് വണങ്ങുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇവിടെയുള്ള ക്രൈസ്തവ സഭകളൊന്നും തന്നെ, ഒരു സഭയും നിങ്ങളെല്ലാവരും ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ മാതൃകയാക്കണമെന്ന് ഈ ലോകത്തോട് പറയുന്നില്ല. അവരാരും അങ്ങനെ ഒരു പ്രബോധനം നടത്തുന്നേയില്ല. അവരൊക്കെ നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മുഹമ്മദിനെ ഒഴിവാക്കി, കൃഷ്ണനെ ഒഴിവാക്കി, മറ്റു പലരെയും ഒഴിവാക്കി ദൈവത്തിന്റെ മൂന്നിലൊരംശമായ ശ്രീ യേശുവിനെ വണങ്ങണമെന്നാണ്. അദ്ദേഹത്തെ മാതൃകയാക്കണമെന്ന് അവർക്ക് പറയാനില്ല എന്നല്ല. അങ്ങനെ പറഞ്ഞാൽ മാതൃകയാക്കാൻ പറ്റാവുന്നൊരു ജീവിതചര്യ ശ്രീ യേശുവിൻ്റെതായിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവർക്ക് സമർപ്പിക്കാനില്ല. അദ്ദേഹത്തെ വണങ്ങണം, പ്രാർത്ഥിക്കണം എന്നാണ് അവർക്ക് പറയാനുള്ളത്. സുല്ലമി പറഞ്ഞത് ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിലും കേട്ടതുകൊണ്ട് ഈ എപ്പിസോഡിലും അധികമായിട്ട് പറയുന്നില്ല. ആദ്യമേ പറയുന്നത് ക്രൈസ്തവരുടെ പുണ്യപുരുഷനാണ് യേശുക്രിസ്തു എന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പുണ്യം ചെയ്ത ഞങ്ങളുടെ രക്ഷകനെ കിട്ടിയതിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ്. ഒരു സങ്കടവും ഇല്ല, ഞങ്ങൾക്ക് ഒരു സങ്കടവും സുല്ലമി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പുണ്യപുരുഷനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം എന്താ അറിയോ, ആ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞതുപോലെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സുല്ലമിയോടും പറയുകയാണ്. സുല്ലമി, ഈ വിളിച്ചാൽ വിളി കേൾക്കാത്ത, നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്ത, എന്നും അടിമയായിരിക്കുകയും യജമാനായ ഒരാളുടെ മുമ്പിൽ പോയി നിൽക്കുന്നതിനേക്കാളും നല്ലത് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ആ നിത്യമായ സ്നേഹത്തിലേക്ക് വരുന്നതാണ്. സുല്ലമിക്ക് കാര്യം ബോധ്യമായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സുല്ലമിയുടെ വക്താക്കൾക്ക്, അല്ലെങ്കിൽ സുല്ലമിയെ പൊക്കി പിടിച്ച് നടക്കുന്ന നിങ്ങളോട് പറയുകയാണ്. മനസ്സിലായോ? അത് ശ്രദ്ധയോടെ കേട്ടത്. രണ്ടാമത് പറയുന്നത്, യേശുവിനെ മാതൃകയാക്കണമെന്ന് ആരും പറയുന്നില്ല. മുഹമ്മദിനെ മാതൃകയാക്കരുത്, കൃഷ്ണനെ മാതൃകയാക്കരുത്, യേശുവിനെ മാതൃകയാക്കരുത്. അല്ലെങ്കിൽ മുഹമ്മദിനെ ഉപേക്ഷിക്കുക, കൃഷ്ണനെ ഉപേക്ഷിക്കുക, എന്നിട്ട് യേശുവിനെ മാതൃക എവിടെയും പറയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാണ്. അവൻ അറിഞ്ഞു വരുന്നത് തന്നെ ക്രിസ്തുവിലെ മാതൃകയാ സ്നേഹവും കണ്ടിട്ട് തന്നെ. മനസ്സിലായോ? പിന്നെ പറഞ്ഞു വണങ്ങണം, പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു തൊട്ടിലിൽ കിടക്കുമ്പോൾ തന്നെ ഇടയന്മാർ വന്നിട്ട് വണങ്ങി നമസ്കരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യനും വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? അതങ്ങനെ ആയതുകൊണ്ടാണ്. സുല്ലമിയുടെ ദൈവത്തിനോ സുല്ലമിയുടെ മാതൃകയായ മുഹമ്മദിനോ അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അത് വെച്ച് കരഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല സുല്ലമി. അതുകൂടെ മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞു, ജീവിതത്തിൽ ഒരു മനുഷ്യനും മാതൃകയാക്കി പോകാൻ പറ്റുന്ന ഒരു കാര്യം യേശുക്രിസ്തുവിന്റെ ജീവചരിത്രത്തിൽ ഇല്ല. യേശുക്രിസ്തുവിനെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാ. അല്ല, ഈ നിങ്ങളുടെ ഇടയിൽ ഒരു വാദം ഉണ്ടല്ലോ, ഈ യേശു ഈസ ഒന്നാണെന്ന്.
അങ്ങനെയാണെങ്കിൽ ഈസ വെറും മോശപ്പെട്ടവനാണ്, ഈസയിൽ ഒരു മാതൃക ഇല്ല എന്നല്ലേ സുല്ലമി പറയാതെ പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ശരിയല്ലേ സുല്ലമി? സുല്ലമി പറയാതെ പറഞ്ഞു പോയത് ഇത്രേ ഉള്ളൂ. യേശു എന്ന ഈസ എന്റെ വിശ്വാസമല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ വിശ്വാസം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്തെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകത്തിന്റെ അകത്ത് ഒരു വള്ളി കൊണ്ടോ കുത്തുകൊണ്ടോ കോമ കൊണ്ടോ പേര് കൊണ്ടോ സ്ഥലപ്പേര് കൊണ്ടോ ഖുറാനുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വർഷങ്ങളുടെ വായനയും പഠനവും കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. പക്ഷെ മുസ്ലിങ്ങളായിട്ടുള്ള നിങ്ങൾ പറയുന്നത് യേശു ഈസ ഒന്നാണെന്നാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാദം അനുസരിച്ച് ഈ ഈസ എന്ന് പറയുന്ന ആളുടെ ജീവിതത്തിൽ യാതൊരു വിധമായിട്ടുള്ള ജീവിത സന്ദേശവും ഇല്ല എന്നല്ലേ നിങ്ങൾ പറയാതെ പറഞ്ഞത്? ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൽ വളരെ പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിത സന്ദേശം ലോകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശമുണ്ട്. എന്തെക്കാൾ യേശുവിനെ പിൻപറ്റി ജീവിക്കേണ്ട രീതിയിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ജയിലിലേക്ക് പോകേണ്ടി വരത്തില്ല. മനസ്സിലായോ? പക്ഷേ താങ്കളുടെ മാതൃകാ പുരുഷൻ എന്ന് പറയുന്ന മുഹമ്മദ് അല്ലേ, അദ്ദേഹത്തെ സുല്ലമിക്കൊന്ന് ഈ കേരളക്കരയിൽ ഒന്ന് മാതൃകയാക്കി കാണിച്ചു തരാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുല്ലമിയെ കൊണ്ടോ സുല്ലമിയുടെ ആൾക്കാർക്ക് കൊണ്ടോ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ പിൻപറ്റിയ അനേകരുണ്ട്, യേശുവിന്റെ ശിഷ്യന്മാർ തന്നെയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരെ യേശുവിനെ അനുഗമിച്ചു. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, നല്ല അനുഗമിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അല്ല സുല്ലമി, ഞാൻ ഒരു കാര്യം, നിങ്ങളുടെ മുഹമ്മദിനെ പിൻപറ്റിയവരുടെ ജീവിതത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എനിക്കൊരു സംശയമുണ്ട്. കാരണം സുല്ലമ്മയുടെ ഏറ്റവും വലിയ ആളാണല്ലോ ഖദീജ. ഖദീജയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം നമുക്ക് നോക്കാം. ഇത് ഹൈക്കൽ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകം, അതിന്റെ പേജ് 179 പറയാണ്, മലക്ക് ദിവ്യ സന്ദേശവുമായി എത്തിയപ്പോൾ തന്നെ അറിയിക്കണമെന്ന് ഖദീജ ആവശ്യപ്പെട്ടു. അദ്ദേഹം അതനുസരിച്ച് മലക്ക് വന്നപ്പോൾ അവർ അദ്ദേഹത്തെ തന്റെ ഇടതുകാലിലും വലതുകാലിലും മടിത്തട്ടിലും മാറ്റി മാറ്റി ഇരുത്തിയപ്പോഴൊക്കെയും അദ്ദേഹം മലക്കിനെ കണ്ടുകൊണ്ടിരുന്നതും പിന്നീട് താൻ സ്വയം വിവസ്ത്രയായപ്പോൾ മലക്കിനെ കാണാൻ കഴിയാതിരുന്നതും അത് മലക്ക് എന്നും പിശാചായിരുന്നു ഇല്ല എന്നുമുള്ള അവരുടെ വിശ്വാസത്തെ ദൃഢീകരിച്ചു. ഇത് സംഭവം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ സുല്ലമിക്ക് കാര്യം മനസ്സിലായല്ലോ. സുല്ലമി, ഞാൻ പറഞ്ഞത് ഈ ഖദീജ ഇവിടെ ഒരു പ്രവാചക ഇതിനുള്ള ഒരു ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് വേറെ ഒന്നുമല്ല, ഈറാ ഗുഹയിൽ ഇരുന്ന മുഹമ്മദ് അവിടുന്ന് ഞെക്കിപ്പിടിക്കുകയൊക്കെ ചെയ്തല്ലോ പ്രവാചകത്വത്തിന്റെ ഇത്. കാരണം താങ്കൾ തന്നെ ആ വീഡിയോയുടെ ബാക്കി പറയുന്നുണ്ട്, അതിന് ഞാൻ അടുത്ത ദിവസങ്ങളിൽ മറുപടി തരുന്നുണ്ട്. മുഹമ്മദ് എങ്ങനെ പ്രവാചകനായി, മുഹമ്മദിന്റെ പ്രവാചകത്വം എങ്ങനെയാണെന്നുള്ളതിന് ഞാൻ മറുപടി തരാം, കുഴപ്പമില്ല. ഇത് വേറെ ഒന്നും കൊണ്ടല്ല സുല്ലമി, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് ആ വഴി വീട്ടിൽ പോവുക. വെറുതെ യേശു ക്രിസ്തുവിനെയും ബൈബിളിനെയും കയറി ഇത് പറയാൻ നിൽക്കേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വരുന്നത്. അതിപ്പോ ഇവിടെ സ്വന്തം ഭാര്യ, ആദ്യത്തെ നിക്കാഹാണല്ലോ ഖദീജ. ആ വിവാഹവും നിക്കാഹും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, അത് വേറൊരു വിഷയം. അപ്പൊ ഈ നിക്കാഹ് ചെയ്ത ഖദീജ ടെസ്റ്റ് നടത്തുകയാണ്. കാരണം മുഹമ്മദിനെ മുസ്ലിമായി, കാരണം മുഹമ്മദ് തന്നെ സ്വഹികൾ ബുഖാരിക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആദ്യത്തെ ഇസ്ലാം സ്ത്രീ എന്ന് പറയുന്നത് ഖദീജയാണ്. അപ്പൊ മുഹമ്മദിനെ പിൻപറ്റിയ ഖദീജയ്ക്ക് ഒരു മലക്കിന്റെ മുമ്പിൽ വിവസ്ത്രയാകേണ്ട വന്ന ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയ സുല്ലമി. എന്തെക്കാളും യേശുക്രിസ്തുവിനെ പിൻപറ്റിയ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് സന്ദേശം കേട്ട, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ അവരിൽ നിന്ന് സന്ദേശം കേട്ട, അപ്പോസ്തലന്മാരിൽ നിന്ന് സന്ദേശം കേട്ടവർക്ക് ആർക്കും ഒരു മലക്ക് ആരാണെന്ന് അറിയാൻ വേണ്ടി തുണി ഉരിയേണ്ട അവസ്ഥ വന്നിട്ടില്ല. മനസ്സിലായോ? ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, യേശുക്രിസ്തുവിൽ ഞങ്ങൾക്ക് നല്ലൊരു മാതൃകയുണ്ട്, യേശുക്രിസ്തുവിനെ പിൻപറ്റിയവരിലും നല്ലൊരു മാതൃകയുണ്ട്. അല്ല സുല്ലമി, ദൈവത്തിൽ നിന്നും വന്ന ഒരു മലക്കാണോ എന്ന് അറിയാൻ വേണ്ടി സ്വന്തം ഭാര്യയുടെ വസ്ത്രം മാറ്റി പരിശോധിക്കേണ്ട ഒരു ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ള വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 39, 40, 41, 42 ഭാഗം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്നു തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 39 മുതൽ 40, 41, 42 വരെയുള്ള ഭാഗമാണ്.
ഈ സ്ത്രീ ശമര്യ സ്ത്രീ ആണെന്നുള്ള കാര്യം ബൈബിൾ വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അവിടെ ഈ ശമര്യ സ്ത്രീയുമായിട്ട് യേശുക്രിസ്തു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താവുണ്ട്. ഒന്നിൽ കൂടുതൽ ഭർത്താവുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അതിനുശേഷം അവൾ പറയുന്നത്, നീ ആരാന്ന് ചോദിക്കാൻ പറഞ്ഞു, ഞാനാണ് മശിഹ എന്നും കർത്താവ് പറയുന്നുണ്ട്. അതിനുശേഷം ആ ശമര്യ പട്ടണത്തിലേക്ക് ഈ സ്ത്രീ കടന്നു പോയിട്ട് അവിടെ പറയുകയാണ്, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം. മനസ്സിലായോ? യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ്, മശിഹയാണെന്ന് അറിയുന്നതിന് മുമ്പ് ലോകപ്രകാരം ജീവിച്ച ഒരു സ്ത്രീയുടെ മാറ്റം കണ്ടോ? ഞാൻ ചെയ്തതൊക്കെയും. മനസ്സിലായോ? അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്, സകല മനുഷ്യന്റെ ഹൃദയവിചാരങ്ങളെ അറിയുന്ന ദൈവമെന്ന്. ആ സൃഷ്ടാവായ ദൈവത്തിന് സൃഷ്ടികളുടെ ഹൃദയവിചാരത്തെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാന ദൈവം. മനസ്സിലായോ? അടിമയ്ക്ക് അടിമകളുടെ ഹൃദയം മാത്രം അറിയാവുന്ന ഒരു ഉടമയായ അള്ളാഹു എന്ന് പറയുന്ന ആളിന് ചിലപ്പോൾ അത് അറിയത്തില്ല. അതാണ് സകല മനുഷ്യരെ ന്യായം വിധിക്കുന്ന ദൈവം എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ചെയ്തതൊക്കെയും, അതെ ശമരിയ സ്ത്രീ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞു. യേശുക്രിസ്തു ആരോടും അന്വേഷിക്കാൻ പോയില്ല ഇവിടെ എന്താണെന്നുള്ളത്. അവിടെ നിന്നപ്പോൾ തന്നെ അവളോട് കാര്യം പറഞ്ഞു. അങ്ങനെ ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. ആര് കാരണം? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് മൂലം, യേശുക്രിസ്തുവിൽ മാതൃകയുണ്ടെന്ന് മനസ്സിലാക്കിയ ശമര്യ സ്ത്രീ മൂലം ആ ശമര്യ പട്ടണത്തിലുള്ള സകല മനുഷ്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോട് പാർക്കണം. എന്തുകൊണ്ട്? പാപത്തിലും പാപസംബന്ധമായ ജീവിതവും ജീവിച്ചിരുന്ന ആ പട്ടണത്തിലുള്ള മനുഷ്യർ ഇവൻ പാപത്തിൽ നിന്ന് മോചനം തരുന്ന ദൈവമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ദൈവപുത്രനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ പറയണമെന്ന് അപേക്ഷിക്കാൻ, കൂടെ താമസിക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു. അവരോട് അപ്പൊ 2 നാൾ അവരുടെ കൂടെ പാർത്തു. അങ്ങനെ കൂടെ ഒരു കാര്യമുണ്ടേ. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആരുടെ? ഈ സ്ത്രീയുടെ വാക്കുകൊണ്ടല്ല. ആ 2 നാൾ അവിടെ കൂടെ പാർത്തപ്പോൾ അവർക്ക് മനസ്സിലായി അവൻ സാക്ഷാൽ ലോകരക്ഷിതാവാണെന്ന്. സുല്ലമയോടും കൂടെ പറയുകയാണ്, എന്നെ കേട്ട മുസ്ലിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, ലോകരക്ഷിതാവ്, ഈ ലോകത്തെ രക്ഷിക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ ഒരു മാറ്റം ശ്രദ്ധിച്ചോ സുല്ലമി? യേശുക്രിസ്തുവിൽ മാതൃകയില്ലാതെ ഞങ്ങൾ പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഇസ്ലാമിന്റെ മാതാവായ ഖദീജയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. ഞാനും എൻ്റെ കുടുംബക്കാരും എൻ്റെ വീട്ടുകാരും എൻ്റെ സഭയും എഴുതിയ പുസ്തകമല്ല. ഹൈക്കൽ എന്ന് പറയുന്ന ആളാരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ അകത്തുനിന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് അബൂബക്കർ ആരാണെന്ന് അറിയാലോ. മുഹമ്മദിന്റെ സന്തത സഹചാരിയായ ഒരു വ്യക്തിയായിരുന്നു അബൂബക്കർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സുകാരി ആയിഷയുടെ അപ്പനായ അബൂബക്കർ. അബൂബക്കറിനെ പറ്റി ഹൈക്കലിന്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്, അബൂബക്കർ സുന്ദരനായിരുന്നു. ജനങ്ങളുമായി ഇണക്കം കാണിച്ച അബൂബക്കർ അവർക്ക് പ്രിയങ്കരനായിരുന്നു. ഖുറേഷി ഗോത്രത്തിലെ ഏറ്റവും അഭിജാതമായ കുടുംബത്തിലെ അംഗവും ഖുറേഷികളുടെയും അവരുടെ ഗുണദോഷങ്ങളെയും കുറിച്ച് ഏറ്റവും അഭിജ്ഞനും പ്രസിദ്ധനും സൽസ്വഭാവിയുമായ ഒരു വ്യാപാരിയായിരുന്നു അദ്ദേഹം. തന്റെ വ്യാപാരവും വിജ്ഞാനവും ഉത്കൃഷ്ട സ്വഭാവവും കാരണമായി ജനങ്ങൾ അദ്ദേഹവുമായി അടുത്തിടപഴകുമായിരുന്നു. ഹൈക്കലിന്റെ പുസ്തകം മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകം, ഹൈക്കൽ എഴുതിയ മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പേജ് 184. അബൂബക്കർ സുന്ദരനായിരുന്നു. ഖുറേഷി ഗോത്രത്തിലെ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇണക്കം കാണിച്ച് ഇതുകൊണ്ട് അബൂബക്കർ അവർക്ക് ഭയങ്കര പ്രിയങ്കരനായിരുന്നു. മനസ്സിലായോ? അവരുടെ സൽസ്വഭാവിയായ ഒരു വ്യാപാരിയായിരുന്നു അദ്ദേഹം. എന്ന് വേണ്ട എല്ലാ രീതിയിലും അബൂബക്കറിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു കൂട്ടമായിരുന്നു ആര്? ഖുറേഷി ഗോത്രക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ഗോത്രം. ഖുറേഷി ഗോത്രത്തിലാണല്ലോ മുഹമ്മദ് ജനിച്ചത്. ഇതൊക്കെ സുല്ലമി വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷെ സുല്ലമി, ഈ അബൂബക്കർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അബൂബക്കറിന്റെ സ്വഭാവത്തിന് ഒത്തിരി മാറ്റമൊക്കെ ഉണ്ടായി. കാരണം ഈ സ്വഭാവത്തിന് മാറ്റം എന്താണെന്ന് അറിയാമോ? അബൂ ഹുറൈറയിൽ നിന്ന് പ്രവാചകൻ നിര്യാതനായ ശേഷം അബൂബക്കർ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അറബികളിൽ ധാരാളം പേർ നിഷേധത്തിലേക്ക് മാറി. അവർ ഉമ്മു ഹർബൽ ഖത്താബ് അബൂബക്കറിനോട് പറഞ്ഞു, നാം എങ്ങനെയാണ് ജനങ്ങളോട് യുദ്ധം ചെയ്യുക? പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് അംഗീകരിക്കുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവന്റെ ജീവനും സമ്പത്തും ന്യായത്തിനൊഴികെ എന്നിൽ നിന്നും സുരക്ഷിതമാണ്. അവന്റെ വിചാരണ അല്ലാഹുവിന്റെ അടുത്താണ്. അബൂബക്കർ പറഞ്ഞു,
അള്ളാഹുവാണ് സക്കാത്തിനും നമസ്കാരത്തിനും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കുന്നവരോട് ഞാൻ പോരാടുക തന്നെ ചെയ്യും. തീർച്ചയായും സക്കാത്ത് സമ്പത്തിലെ അവകാശമാണ്. അള്ളാഹുവാണ് അള്ളാഹുവിന്റെ ദൂതന് നൽകിയിരിക്കുന്നത്. ഒരു ഒട്ടകക്കയർ ആണെങ്കിൽ പോലും എനിക്കത് നിഷേധിച്ചാൽ പോലും അതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, അള്ളാഹുവാണെ, അവൻ അബൂബക്കറിന്റെ ഹൃദയത്തിന് യുദ്ധത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയതായി ഞാൻ കണ്ടു. അത് തന്നെയാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലായി. സുന്നു തിർമിദി അധ്യായം 38 ഹദീസ് നമ്പർ 2610 പേജ് 627. അല്ല സുല്ലമി, മുഹമ്മദിനെ മാതൃകയുണ്ടെന്ന് സ്വീകരിച്ച അബൂബക്കറിന്റെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഖുറേഷികളുടെ ഇടയിൽ സൽസ്വഭാവിയും സത്യസന്ധനും എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറിയിരുന്ന അബൂബക്കർ മുഹമ്മദിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അബൂബക്കർ പറയുകയാണ്, എല്ലാത്തിനെയും കൊന്നുകളയുന്നു. ചോരയുടെ മണം, യുദ്ധം, വേറെ ഒന്നുമല്ല, അള്ളാഹുവിനും മുഹമ്മദിനും വേണ്ടി സകല മനുഷ്യരെയും കൊല്ലുക എന്നുള്ളതാ. ആരെ? അറബികൾ, ഖുറേഷികളെ, സ്വന്തം ഗോത്രത്തിലുള്ളവരെ ഒരാളെ മാതൃകയായി സ്വീകരിച്ചതിന്റെ പേരിൽ കൊല്ലുവാൻ വാളുയർത്തി നിൽക്കുന്ന അബൂബക്കറിനെയാണ് പിന്നെ കാണുന്നത്. അല്ലയോ സുല്ലമി, യേശുവിൽ മാതൃകയില്ല എന്ന് പറഞ്ഞ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടരോട് ചോദിക്കുകയാണ്, ആഗോള മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, മുഹമ്മദിൽ മാതൃക വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വാളെടുക്കുക, മതത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണോ ഏറ്റവും വലിയ പഠിപ്പീര്? എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 36-38, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യം. സുല്ലമി, മാറ്റം ശ്രദ്ധിച്ചോ? എടുത്തിയാട്ടക്കാരനായ പത്രോസ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം പെട്ടെന്ന് മറുപടി പറയും. പുള്ളിക്ക് അതിനൊന്നും ഒരു മടിയില്ലാത്ത മനുഷ്യനാണ്. അതുകൂടാതെ യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു പടന്റെ ചെവി അറുത്ത് താഴെ ഇടുകയും ചെയ്തു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഒരു ഉപദേശം കൊടുത്തു, വാളെടുത്തവൻ വാളാൽ. മനസ്സിലായോ? എന്റെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് കൂടെ ഉള്ളവരെ വാളെടുത്തിട്ട് വെട്ടാനും കുത്താനും ഒക്കെ ഉള്ള പരിപാടിക്ക് വേണ്ടിയല്ല. വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ് നല്ലൊരു ഉപദേശവും കൊടുത്ത് ആ മനുഷ്യന്റെ ചെവി സൗഖ്യമാക്കി. പത്രോസിന് കാര്യം ബോധ്യമായി, വാളെടുക്കലല്ല എന്റെ പണിന്ന്. അതിനുശേഷം യേശുക്രിസ്തുവിന്റെ ആ ശിഷ്യനായ പത്രോസ് എല്ലാ സ്ഥലങ്ങളിലും കടന്നു ചെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം, സത്യസുവിശേഷം അറിയിച്ചപ്പോൾ അവിടെ നിന്നവരാണ് ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുന്നത്. മനസ്സിലായോ? ഒരു മനുഷ്യനുണ്ടായ മാറ്റം ശ്രദ്ധിച്ചോ സുല്ലമി? പത്രോസിനുണ്ടായ മാറ്റം ശ്രദ്ധിച്ചോ സുല്ലമി? അബൂബക്കറിനുണ്ടായ മാറ്റം ശ്രദ്ധിച്ചോ സുല്ലമി? ഇതാണ് യേശുവിലുള്ള മാതൃകയും മുഹമ്മദിലുള്ള മാതൃകയും. ആ ദേശത്തില് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനത്തോടെ ഒക്കെ പോയിക്കൊണ്ടിരുന്ന അബൂബക്കർ മുഹമ്മദിനെ സ്വീകരിച്ചതിന് ശേഷം അബൂബക്കറിനുണ്ടായ മാറ്റവും, എടുത്തിയാട്ടക്കാരനും കർത്താവിന്റെ കൂടെ നിന്നപ്പോൾ ഒരുത്തന്റെ ചെവി വെട്ടിയിടുകയും ചെയ്ത പത്രോസ്, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം, സ്വർഗാരോപണത്തിന് ശേഷം ഉണ്ടായ മാറ്റവും സുല്ലമി നല്ലപോലെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. സുല്ലമിക്കും ഈ ഒരു മാറ്റം നല്ലതാണ്. എന്നെ കേൾക്കുന്ന സകല മുസ്ലിങ്ങൾക്കും ഈ ഒരു മാറ്റം നല്ലതാണ്. കാരണം എന്താ അറിയോ? ഇവിടെ അപ്പോൾ തന്നെ ചോദിക്കുകയാണ്, എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണ്ടോ എന്ന് ചോദിച്ചു പത്രോസ് അവരോട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട്, സുല്ലമി മാനസാന്തരപ്പെടണം. എന്നെ കേട്ട മുസ്ലിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിനായി, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ടേ ഓരോരുത്തൻ, കുടുംബമല്ല, ഒരു സംഘടനയല്ല, വ്യക്തികൾ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ പരിശുദ്ധാത്മാവ് മുഹമ്മദാണെന്ന് പറഞ്ഞുകൊണ്ട് വരരുതേ, അത് വേറൊരു വശം. ഇനി അടുത്തത് അലിയെ പറ്റി നമുക്ക് നോക്കാം. അലി ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ സുല്ലമിക്കും കൂട്ടർക്കും അറിയാമല്ലോ. അത് നമുക്ക് നോക്കാം. ജനങ്ങളാകെ ക്ഷാമം ബാധിച്ച് കഷ്ടപ്പെടുകയാണ്. അബൂ താലിബിന്റെ കുടുംബഭാരം സ്വല്പം ലഘൂകരിക്കാൻ നമുക്ക് കഴിയും. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ ഒരാളെ താങ്കൾ ഏറ്റെടുക്കുക, ഒരാളെ ഞാൻ സംരക്ഷിക്കാം. അങ്ങനെ അബ്ബാസ് ജഫറിന്റെയും മുഹമ്മദ് അലിയെയും ഏറ്റെടുത്തു.
പ്രവാചക ലബ്ധി വരെ അലി അദ്ദേഹത്തോടൊപ്പമാണ് താമസിച്ചത്. ഒരിക്കൽ മുഹമ്മദും ഖദീജയും നമസ്കരിച്ചുകൊണ്ടിരിക്കെ അലി യാദൃച്ഛികമായി അവിടേക്ക് കടന്നു വന്നു. അവർ റുക്കുവും സുജൂദും ചെയ്യുന്നതും ഖുറാൻ സൂക്തങ്ങൾ പാരായണം ചെയ്യുന്നതും കാണാനിടയായി. അവരുടെ നമസ്കാരം കഴിയുവോളം ആ കുട്ടി നോക്കി നിന്നു. നമസ്കാരാനന്തരം ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് സുജൂദ് ചെയ്തത്? മുഹമ്മദ് പറഞ്ഞു, എനിക്ക് ദിവ്യ ദൗത്യം നൽകുകയും ജനങ്ങളെ ക്ഷണിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്ത അല്ലാഹുവിന്, ഏകനായ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് നിർവഹിക്കുകയും തനിക്ക് നൽകപ്പെട്ട ദിവ്യദീൻ സ്വീകരിക്കുകയും ലാത്ത, ഉസ തുടങ്ങിയ വിഗ്രഹങ്ങളെ കൈവെടിയുകയും ചെയ്യുവാൻ പൃഥ്വിയപുത്രനെ മുഹമ്മദ് ഉത്ബോധിപ്പിച്ചു. അദ്ദേഹം പാരായണം ചെയ്തു കൊടുത്ത ഖുറാൻ സൂക്തങ്ങൾ അലി സശ്രദ്ധം ശ്രവിച്ചു. അവയുടെ ആകർഷണതയും അമാനുഷികതയും അലിയെ പിടിച്ചു നിർത്തി. പിതാവുമായി ആലോചിക്കാൻ അലി സമയം ആവശ്യപ്പെട്ടു. ആ രാത്രി അലി അസ്വസ്ഥനായാണ് കഴിച്ചുകൂട്ടിയത്. പിറ്റേന്ന് പ്രഭാതത്തിൽ താൻ ഇസ്ലാം സ്വീകരിക്കുന്നതിനായി ആ ബാലൻ പ്രഖ്യാപിച്ചു. പിതാവിനോട് ആലോചിക്കാൻ അവന് പോയിരുന്നില്ല. അബു താലിബിനോട് കൂടി ആലോചിച്ചില്ല. അല്ലാഹു എന്നെ സൃഷ്ടിച്ചത്, അതിനാൽ അല്ലാഹുവിനെ ആരാധിക്കാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. അലി പറഞ്ഞു. ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ ബാലൻ അലിയായിരുന്നു. ഹൈക്കലിന്റെ മുഹമ്മദ് എഴുതിയ പുസ്തകം, പേജ് 182, 183. ഒരു കൊച്ചുകുട്ടി മുഹമ്മദും ഖദീജയും സുജൂദ് ചെയ്യുന്നത് കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ആഗ്രഹം പറയുകയും അതിനുശേഷം ലാത്ത, ഉസ, മനാത്ത അവരെ ആരാധിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നല്ലോ ആര്? മുഹമ്മദ്. ആ സമയത്ത് തന്നെ അതിനു മുമ്പേ അവിടെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദേവനും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഇവരുടെ ഈ സുജൂദും എല്ലാം കണ്ടപ്പോഴത്തേനും പറഞ്ഞു. അപ്പൊ പിതാവുമായിട്ട് ആലോചിക്കാൻ അലി സമയം ആവശ്യപ്പെട്ടു. ആ സമയം വരെ പിതാവുമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന അലിയുടെ ജീവിതം അന്ന് രാത്രി മാറി മറിയുകയാണ്. മനസ്സിലായോ? പിന്നെ ആ ബാലൻ ധിക്കാരത്തിന്റെ സംസാരം, ആ സ്വന്തം പിതാവിനെ പോലും വേണ്ട, അല്ലെങ്കിൽ അബു താലിബിന് വേണ്ട എന്ന് വേണ്ട, അവിടെ പറയാണ് അബു താലിബിനോട് കൂടി ആലോചിച്ചില്ല, അല്ലാഹു എന്നെ സൃഷ്ടിച്ചത്, അതിനാൽ അല്ലാഹുവിനെ ആരാധിക്കാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. ധാർഷ്ട്യം വളരെ മനോഹരമായിട്ടാണല്ലോ. ഇപ്പോഴും പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിനെ പിൻപറ്റിയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. സ്വഭാവത്തിനും ജീവിത രീതികൾക്കും എല്ലാം മാറ്റം ഉണ്ടാകും. ഇനി അലി പറയുന്ന ഒരു ഹദീസ് നമുക്ക് നോക്കാം. ഇബ്നു അബ്ബാസ് പറയുന്നു, തിരുമേനി പരലോകപ്രാപ്തനായ ഒരു രോഗാവസരത്തിൽ അലി അവിടെ അടുക്കൽ നിന്നും പുറത്തു വന്നപ്പോൾ ജനങ്ങൾ ചോദിച്ചു, അബ്ദുൽ ഹസൻ തിരുമേനിക്ക് എങ്ങനെയുണ്ട്? അബുൽ ഹസൻ, തിരുമേനിക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടെ തിരുമേനിക്ക് സുഖമാണ്. അബ്ബാസ് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു പറഞ്ഞു, അല്ലാഹുവാണെ, 3 ദിവസം കഴിഞ്ഞാൽ നീ വടിയുടെ അടിമയായിരിക്കും. ഏതാ വടി എന്നൊരു പിടുത്തമല്ലോ കേട്ടോ. ഈ രോഗത്തിൽ തിരുമേനി പരലോകം പ്രാപിച്ചേക്കുമെന്ന് ഞാൻ കരുതുന്നു. അബ്ദുൽ മുത്തലിബ് പരമ്പരയിൽപ്പെട്ടവരുടെ മരണവേളയിലുള്ള മുഖലക്ഷണം എനിക്ക് നന്നായി അറിയാം. നിലവിളിയും കണ്ണീരും ഒക്കെ ആയിരിക്കും. മുഹമ്മദ് അങ്ങനെ ആയിരുന്നല്ലോ. നമുക്കൊരുമിച്ച് തിരുമേനിയുടെ അടുത്തേക്ക് പോയി തിരുമേനിക്ക് ശേഷം ഭരണകാരി ആരാണ് ഏറ്റെടുക്കേണ്ടതെന്ന് ചോദിക്കാം. ഭരണം ഏറ്റെടുക്കേണ്ടത് നാം ആണെങ്കിൽ അത് നാം അറിഞ്ഞിരിക്കണം. മറ്റു വല്ലവരുമാണെങ്കിലോ അത് നാം അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ തിരുമേനി നമ്മുടെ കാര്യത്തിൽ അള്ളാഹു അവരോട് വസിയത്ത് ചെയ്യുമല്ലോ. അലി പറഞ്ഞു, അള്ളാഹുവാണെ, തിരുമേനിയോട് നാം അത് അന്വേഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് തരികയില്ലെന്ന് അരുളി എന്ന് വെക്കുക. പിന്നീട് ജനങ്ങളും നമുക്കത് തരികയില്ല. അള്ളാഹുവാണെ, ഞാൻ തിരുമേനിയോട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയില്ല. സുഹീൽ ബുഖാരി അധ്യായം 63, ഹദീസ് നമ്പർ 1662, പേജ് 822, 824. ഇവിടെ തിരുമേനിയുടെ മരണത്തിന് ശേഷം, എന്നുവെച്ചാൽ മുഹമ്മദിന്റെ മരണത്തിന് ശേഷം ഭരണം ആരേറ്റെടുക്കണം എന്നുള്ള കാര്യത്തിന്മേൽ അലി ഇവിടെ ഒരു കുറുക്കുബുത്തിയ പരിപാടി കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, അലി പറയുകയാണ്, തിരുമേനിയോട് അവത് അന്വേഷിക്കുമ്പോൾ അവിടെ നമുക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളും അംഗീകരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കാത്ത എന്തോ ഒരു സംഭവം അലിക്കുണ്ട്. ഇനി അലിയെ ഭരണകർത്താവായിട്ട് ഭരണം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളല്ല എന്ന് മുഹമ്മദിന് ബോധ്യമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ അലിക്ക് ആ ഭരണകർത്താവിന്റെ ഇത് കൊടുക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മുഹമ്മദിനെ പിൻപറ്റി കഴിഞ്ഞാൽ സ്നേഹബന്ധം മാറും. കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും സ്വഭാവത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. എന്നാൽ പൗലോസിനെ നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1 മുതൽ 6 വരെ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി.
അവൻ പ്രയാണം ചെയ്തു ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 9:1-6 വരെയുള്ള ഭാഗം. അല്ലയോ സുല്ലമി, നിങ്ങൾക്ക് ഏറ്റവും ദേഷ്യമുള്ള വ്യക്തിയാണല്ലോ ശൗൽ എന്ന പൗലോസ്, ശരിയല്ലേ? അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നടക്കാത്ത ശൗല് ഇത്രയും ലേഖനങ്ങൾ എഴുതി, അല്ലെങ്കിൽ പൗലോസ് ഇത്രയും ലേഖനങ്ങൾ എഴുതി. യേശുക്രിസ്തുവിനെ പറ്റി ഒരു കുടുംബത്തെ പറ്റി പറഞ്ഞാൽ അതിന്റെ നടുവിൽ യേശുക്രിസ്തു, കാരാഗ്രഹത്തെ പറ്റി പറഞ്ഞാൽ അതിന്റെ നടുവിൽ യേശുക്രിസ്തു, ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞാൽ അവിടെ യേശുക്രിസ്തു, ഒരു സമൂഹത്തെ പറ്റി പറഞ്ഞാൽ അവിടെ യേശുക്രിസ്തു, ഒരു ജയിലറയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് ഒരു സംവാദം നടത്തിയാൽ അവിടെ യേശുക്രിസ്തു. കാരണം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയും അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാരെ, സ്ത്രീകളെയും ആരെയും നശിപ്പിച്ച് കളയുവാനുള്ള ആഗ്രഹത്തോടെ, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പള്ളിക്കാരോടുള്ള അധികാരപത്രവും മേടിച്ച് യാത്ര പുറപ്പെട്ട പൗലോസ്, അതിനു മുമ്പുള്ള അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കാണാം ആദ്യത്തെ രക്തസാക്ഷിയായ സ്തഫാനോസിന്റെ കാര്യം. അവിടെയും എല്ലാ കാര്യത്തിലും പൗലോസ് ഇതിനെ മുടിപ്പിച്ചു കളയാൻ, ക്രിസ്തുവിന്റെ മാർഗത്തെ മുടിപ്പിച്ചു കളയാൻ, ശിഷ്യന്മാരെ നശിപ്പിച്ചു കളയാൻ, അവർക്ക് ഭീഷണിയും കൊലയും എന്ന് വേണ്ട എല്ലാം ചെയ്യാൻ പറ്റുന്ന അധികാരപത്രവുമായിട്ട് പൗലോസ് അല്ലെങ്കിൽ ശൗൽ എന്ന ആള് ദമസ്കോസിന്റെ പടിവാതിലിൽ വന്നപ്പോൾ സൂര്യനേക്കാൾ വെല്ലുന്ന ഒരു വെളിച്ചം വീണ് താഴെ വീണു. അതിനുശേഷം അവിടുന്ന് എഴുന്നേറ്റ്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നേരെ അവിടുന്ന് പോവുകയാണ് നേർവീതി എന്ന സ്ഥലത്തേക്ക്. അവിടെ ചെന്നതിന് ശേഷം പൗലോസിന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടായി. പൗലോസ് പിന്നെ ലേഖനങ്ങൾ എഴുതി, കാരാഗ്രഹത്തിൽ കിടന്നു, അടികൊണ്ടു, കള്ള സഹോദരന്മാരുടെ ആപത്തുണ്ടായി എന്ന് വേണ്ട സകലതും ഉണ്ടായപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയാൻ പൗലോസ് തയ്യാറായില്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായി വന്ന പൗലോസ്, വിശുദ്ധ പൗലോസ്, പോള്, എത്രത്തോളം സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടായി. ഗലാത്യ ലേഖനം, പരിശുദ്ധാത്മാവിനാൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഗലാത്യ ലേഖനം 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നുവോ, എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. മാറ്റം കണ്ടോ സുല്ലമി? ഇതുപോലെ മുഹമ്മദിൽ വിശ്വസിച്ച ഒരു സഹാബിക്ക് വേണ്ട, സുല്ലമിക്ക് പറയാൻ പറ്റുമോ? അബ്ദുൽ സലാം സുല്ലമി, ഇങ്ങനെ ഒരു കാര്യം, ഞാൻ മുഹമ്മദിനോടുകൂടെ ആയിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ മുഹമ്മദിലാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? വേണ്ട. ഇനി ഞാൻ അള്ളാഹുവിനോടുകൂടെ ആയിരിക്കുന്നു, ഇനി ഞാൻ ജീവിക്കുന്നത് അള്ളാഹുവിലാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മുസ്ലിം കൂടെ ഉണ്ടോ? ഞാനിപ്പോഴും സുല്ലമിയോട് ചോദിക്കുകയാണ്, സുല്ലമി, ഒരു മുസ്ലിമായിട്ട് ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം, MM അക്ബറാണ് മെയിൻ ആള്, അല്ലെങ്കിൽ സുല്ലമി, ഒന്ന് വരുമോ ഒരു സംവാദത്തില്? മുഹമ്മദിന്റെ ധാർമ്മികത അല്ലെങ്കിൽ നമുക്ക് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ ധാർമ്മികത കുറച്ചുകൂടെ മുകളിലേക്ക് തരുവാണെങ്കിൽ പൗലോസിന്റെ ധാർമ്മികത വെച്ച് നമുക്കൊന്ന് നോക്കാം ആർക്കാണ് ഉത്തമ മാതൃക ഉള്ളതെന്ന്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, യേശുക്രിസ്തുവിന്റെ മാതൃകയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാതൃക കൊണ്ടുവരേണ്ടി വരും. നിങ്ങൾ അള്ളാഹു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന പോലെ ഞങ്ങൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ പറയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാകുകയാണ്. അവൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് മാറ്റങ്ങളാണ് സുല്ലമി ഉണ്ടാകുന്നത്. സുല്ലമിക്ക് അത് മനസ്സിലായോ എന്നെനിക്കറിയില്ല. സുല്ലമിയോട് പറയുകയാണ്, ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ജീവിക്കാൻ ഞങ്ങൾ സുല്ലമിയെ ക്ഷണിക്കുകയാണ്. പ്രായം ഇത്രയൊക്കെ ആയില്ലേ, അടുപ്പ് കൂട്ടിയതുപോലുള്ള ആ തഴമ്പുമായിട്ട് ഞങ്ങളുടെ പുസ്തകങ്ങൾക്ക് നേരെ, യേശുക്രിസ്തുവിന് നേരെ, ശിഷ്യന്മാർക്ക് നേരെ ശ്രദ്ധ തിരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിനെ പറ്റി ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. സുലമി, അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. മുഹമ്മദ് നല്ലൊരു പ്രവാചകനായിരുന്നോ? മുഹമ്മദിൽ എന്തായിരുന്നു മാതൃക ഉണ്ടായിരുന്നത്? നമുക്ക് ഖുറാനും ഹദീസും ഒക്കെ വെച്ചൊന്ന് പരിശോധിച്ച് നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, യേശുക്രിസ്തുവിനെ പിൻപറ്റിയത് മൂലം ആ ശമരിയ സ്ത്രീക്ക് മാറ്റമുണ്ടായി,
സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപസംബന്ധമായി ജീവിച്ച സ്ത്രീ പിന്നീട് പാപമില്ലാതെ ജീവിക്കാൻ അവൾക്ക് തക്ക ഉപദേശം ലഭിച്ചു. അവൾ അങ്ങനെ പോയി. അവൾ മുഖാന്തരം അനേകർ ക്രിസ്തുവിലേക്ക് വന്നു. ഖദീജ എന്താ ചെയ്തത്? അതേപോലെ തന്നെ ചോദിക്കട്ടെ, അബൂബക്കർ എന്താ ചെയ്തു കൂട്ടിയത്? അലി എന്താണ് ചെയ്തു കൂട്ടിയത്? എന്ന് വേണ്ട, ഇങ്ങോട്ട് മുഹമ്മദിനെ പിൻപറ്റി മുഹമ്മദിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് കടന്നു വന്ന എല്ലാ ശിഷ്യന്മാരും, മുഹമ്മദിന്റെ ശിഷ്യന്മാരെല്ലാരും എന്താണ് കാണിച്ചു കൂട്ടിയത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. വേണ്ട, സുല്ലമി ഇപ്പൊ എന്താ കാണിച്ചു കൂട്ടുന്നത്? അത് മുഹമ്മദിന്റെ മാതൃക തന്നെയല്ലേ? അല്ലെങ്കിൽ ഞാനിപ്പോഴും പറയാണ്, സുല്ലമിക്ക് മുഹമ്മദിനേക്കാൾ മാതൃക കൂടുതലാണ്. സുല്ലമിയെ പിൻപറ്റാൻ 10 പേരോട് പറയാൻ പറ്റും, മനസ്സിലായോ? എന്നാലും മുഹമ്മദിനെ പിൻപറ്റാൻ 10 പേരോട് പറയാൻ പറ്റത്തില്ല. അതുകൂടെ മനസ്സിലാക്കി ഞാൻ പറയുകയാണ്, ജീവനുള്ള ദൈവമായി ക്രിസ്തുവിലേക്ക് തിരിയുക, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിഞ്ഞ് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. മനസ്സുകൊണ്ടെന്ന് ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. ആ ജീവനുള്ള ദൈവത്തിലേക്ക് താങ്കളെയും എന്നെ കേട്ട എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.